ബംഗ്ലാദേശിലൊരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് പച്ചയ്ക്ക് കത്തിച്ചപ്പോൾ കേരളത്തിൽ സമാധാനമാണ്. അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഒരു നേതാക്കൾ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയ്ക്ക് തയ്യാറല്ല. പക്ഷേ ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രിസ്മസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വലിയ നിലവിളിയാണ്. അതെന്താണ് ഒരു രണ്ട് നിലപാട്? കോൺഗ്രസ് എല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ രണ്ട് നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. അത് കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവമാണ്. ഈ നിലപാട് അവർ സ്വീകരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് വോട്ടാണ്. എവിടെ നിന്നാണ് കൂടുതൽ വോട്ട് എൻ ബ്ലോക്കായിട്ട് വരുന്നത് അവരോടൊപ്പം നിൽക്കും. അത് കോൺഗ്രസിൻ്റെ പണ്ടേ ഉള്ള രീതിയാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഇവർ പറഞ്ഞതുപോലെ ഹിന്ദുക്കളോട് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കേരളത്തിൽ BJP വളർന്നു വരാൻ തുടങ്ങിയ ഹിന്ദുക്കളുടെ സ്നേഹം അവർക്ക് പോയി. എന്നിട്ട് അവർ ഈ പറഞ്ഞതല്ല അവരുടെ സ്ഥിരം നമ്പർ, അതായത് മുസ്ലിം പ്രീണനം, അതവർ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇവരെ കടത്തിവിട്ടുന്ന രീതിയിൽ മുസ്ലിം പ്രീണനം പിണറായിയും CPM നടത്തിയപ്പോഴത്തേക്ക് അവർക്ക് അവിടെ ഒരു വീഴ്ച പറ്റി. കാരണം വലിയ തോതിൽ ഞങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് ഇദ്ദേഹം തട്ടിക്കൊണ്ടു പോകുന്നൊരു ഭീതി ഉണ്ടായി. പക്ഷേ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി കോൺഗ്രസ്സിന് വീണ്ടും ഒരു ആവേശം വന്നിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നും പറഞ്ഞൊരു പ്രോഗ്രാം BJP നടത്തിയിരുന്നല്ലോ. അതായത് ക്രിസ്ത്യാനികളെ തമ്മിൽ അടുപ്പിക്കുക. ആ പരിപാടി പൊളിഞ്ഞു എന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ഏതാണ്ട് മനസ്സിലായി. അപ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി ഇനി എന്ത് ചെയ്യുക, ഈ ക്രിസ്ത്യൻസിനെ അങ്ങോട്ട് അടുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നിൽ വയ്ക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അല്ല, അത് മാത്രമല്ലല്ലോ, ഈ ഗാസയിൽ എന്തെങ്കിലും നടന്നാലും കേരളത്തിൽ ചർച്ചയാക്കുമല്ലോ. ഗാസയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മുസ്ലിംക്കെതിരെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പരിക്കോ അല്ലെങ്കിൽ ഒരു ഹത്യയോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിൽ ആദ്യം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്ന കേരളത്തിലായിരിക്കും. അതിന് തർക്കമൊന്നുമില്ല. എത്രയോ കാലം കൊണ്ടുള്ള രീതിയാണ്. അത് ഇടതും വലുതും ഒരുമിച്ചത് ആഘോഷിക്കും അല്ലെങ്കിൽ ആചരിക്കും. പക്ഷേ ഒരു ഹിന്ദു എവിടെയെങ്കിലും ഈ പറഞ്ഞതിൽ ആക്രമിക്കപ്പെട്ടാൽ ഇവരുമുണ്ടായിരിക്കും, കണ്ടില്ല എന്ന് പറയും. ഇപ്പോൾ വളരെ രസകരമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനലിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ അതിൽ ഒരു കടയിൽ ഈ റിപ്പോർട്ടർ ചെന്നിട്ട് കടക്കാരനോട്, ആ മുതലാളിയോട് ചോദിക്കുകയാണ്, ഈ ബംഗ്ലാദേശിലെ സംഭവങ്ങളൊക്കെ അറിഞ്ഞു ചോദിച്ചു. ബംഗ്ലാദേശിൽ എന്ത് സംഭവം? അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അല്ല, അവിടെ ഇങ്ങനെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നുള്ള വാർത്തകളൊന്നും കേൾക്കാറില്ല. ഇല്ല, ഞാൻ വാർത്ത കാണാറില്ല. ഞാനങ്ങനെ ഫോണങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല, എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന്. അപ്പോൾ പുള്ളി ചോദിച്ചു, പലസ്തീനെ കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത് റിപ്പോർട്ടർ. അപ്പോൾ പാലസ്തീൻ വലിയ പ്രശ്നമാണ് ഇയാൾ പറയാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ മുസ്ലിംക്കെതിരെ ആക്രമണം നടക്കുന്നു. അതങ്ങനെ ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഉത്തരം കിട്ടി. ഏതാണ്ട് ഇത് തന്നെയാണ് കോൺഗ്രസ്. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഹിന്ദുക്കൾക്കെതിരെ ഇന്ത്യയിലായാലും വിദേശത്തായാലും ആരെന്ത് ചെയ്താലും അവർക്ക് മിണ്ടാട്ടുണ്ടാവില്ല. പക്ഷേ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അവർ ഘോരം പ്രസംഗിക്കും, പ്രതിഷേധിക്കും, ഈ പറഞ്ഞ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ബംഗ്ലാദേശിൽ ശ്രീ സൂചിപ്പിച്ച വലിയൊരു വിഷയം ഉണ്ടായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രതികരണം നടത്തിയോ? ഒരാളും പ്രതികരിച്ചില്ല. ഒരു ചെറിയ കുറിപ്പ് പോലും, ഒരു പ്രസ്താവന പോലും ഒഫീഷ്യലായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രാദേശികമായിട്ടൊരു കോൺഗ്രസ് നേതാവ് പോലും പറഞ്ഞില്ല. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്തുമാത്രം ഹിന്ദു വിരോധം ഈ കോൺഗ്രസ് നേതാക്കളിലുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ കാര്യത്തിൽ കാണാൻ കഴിയും. അല്ല, ഈ ഭൂരിപക്ഷ സമുദായത്തോടുള്ള ഈ അവഗണനയും ന്യൂനപക്ഷ സമുദായത്തോടുള്ള ഈ പിന്തുണയും ഉള്ളത് കൊണ്ടാണ് അവർക്ക് നിരന്തരം ഈ വോട്ട് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് നാം ഈ മലപ്പുറം പരിശോധിച്ചാൽ അറിയാം, അവിടെയുള്ള മുഴുവൻ സീറ്റുകളും ഈ കോൺഗ്രസിനാണ് ലഭിച്ചത്. തീർച്ചയായിട്ടും. കാരണം അപ്പോൾ അതിൻ്റെ ഒറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷൻ്റെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പെടുന്നല്ലോ, UDF-നാണ് ഭരണം കിട്ടിയത്. അവിടെ ഈ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു 2.5 വർഷം വീതം 2 സ്ഥാനാർത്ഥികൾ. അത് 2 സഭകളായിട്ട് കൊണ്ടുപോയി. ഒന്ന് കൊച്ചി അതിരൂപതയും മറ്റൊന്ന് വരാപ്പുഴ അതിരൂപതയും. രണ്ടുപേരുടെ സ്ഥാനാർത്ഥികളെയാണ് അവർ പങ്കുവെച്ച് കൊടുത്തത്. അപ്പോൾ ഈ പങ്കുവയ്ക്കാൻ കാരണം എന്നറിയോ? ഈ രണ്ടുപേരും ലാറ്റിൻ കാത്തലിക്സാണ്. KPC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസിനെ അവിടെ പരിഗണിച്ചില്ല. KPC സെക്രട്ടറിയാണ്, വളരെ സീനിയറാണ്, അവർ കഴിവുറ്റ ഒരു വനിതയാണ് എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നതാണ്. അവരെ പരിഗണിച്ചില്ല, അവരെ ഒഴിവാക്കി. പറഞ്ഞ പറയുന്നറിയാം, അവർ മാർത്തോമാക്കാരിയാണെന്നുള്ളതാണ്. മാർത്തോമ സഭ വളരെ കുറച്ച് അംഗങ്ങളുള്ള കേരളത്തിലെ ക്രിസ്ത്യൻ സഭയാണ്, നല്ല മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് കൊടുത്തില്ല. പക്ഷേ അതല്ല യഥാർത്ഥ കാരണം. ഈ ദീപ്തി മേരിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഈ മാത്രമല്ല ഇവർ കുങ്കുമം പൊട്ട് തൊടും. ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഒരു ഹിന്ദുവിന് വിവാഹം കഴിച്ചു, അതുകൊണ്ട്
പിന്നെ എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ സ്ഥാനത്ത് യോഗ്യമല്ല. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുത്ത മിനിമോള് ഈഴവയാണ്. ആ മിനിമോൾ വിവാഹം കഴിച്ചത് ക്രിസ്ത്യാനിയാണ്, ലാറ്റിൻ കാത്തലിക്സാണ്. അപ്പോൾ തിരിച്ചാവാം. നിങ്ങൾക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിഗണിക്കും. പക്ഷേ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു ഹിന്ദുവിന് വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു? എതിർക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം. അത് കൊച്ചി ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്തുമാത്രം ഹിന്ദുക്കളെ അവർ വെറുക്കുന്നു, ഹിന്ദുക്കൾ എത്രത്തോളം അവർ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രീണനത്തിൻ്റെ ഏറ്റവും പുതിയ വർഷമായിട്ട് കൊച്ചി കോർപ്പറേഷൻ നമ്മൾ കണ്ടത്. ഇതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. എങ്ങനെയെല്ലാം ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ ഭൂരിപക്ഷ സമുദായത്തെ മാറ്റി നിർത്താൻ കഴിയുമോ അതെല്ലാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും. ഇത് കോൺഗ്രസിൻ്റെ എന്താണ് DNA-യിലുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസ് ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പാലയിലൊരു പ്രശ്നം പറഞ്ഞു. അവിടുത്തെ ബിഷപ്പിനെ പറഞ്ഞു നമ്മളെ പള്ളിയിൽ നിന്ന് അങ്ങനെ പോയിട്ടില്ല, പിന്നെ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് കരോൾ സംഘം നമ്മൾ ചെയ്തിട്ടില്ല, ഇത് വേറെ ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ചിലർ ബോധപൂർവമായിട്ട് ഇതിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ട്. അതിനെ ചൂണ്ടിക്കാട്ടി ഈ ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ പിന്നെ കോൺഗ്രസ് നടത്തുന്നത്. അതിൽ കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറേ കൂടെ വോട്ടിംഗ് കൊണ്ട് ക്രിസ്ത്യൻ വോട്ട് അടുപ്പിക്കാൻ കഴിയുമോ എന്നാണ് അവർ നോക്കുന്നത്. അല്ല, ഇതെന്തുകൊണ്ട് ഈ ക്രൈസ്തവർക്ക് മനസ്സിലാകുന്നില്ല? അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് മാത്രമല്ല, ഭൂരിപക്ഷത്തിന് മനസ്സിലാകുന്നില്ല? ഭൂരിപക്ഷത്തിന് നമ്മൾ പറയില്ല, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ജന്തുക്കൾ എന്നാണ് പൊതുവെ ആളുകൾ കളിയാക്കി പറയുന്നത്. കാരണം എത്ര കൊണ്ടാലും പഠിക്കാത്തൊരു വർഗമായിട്ട് മാറുക. ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒബ്സഷൻ്റെ ഭാഗമായിട്ടും കോൺഗ്രസ് പാർട്ടി, കരുണാകരൻ്റെ പാർട്ടി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ ഒബ്സഷൻ്റെ ഭാഗമായിട്ട് ഞാൻ സംബന്ധിച്ച് ചെയ്യുക. ഇല്ല എങ്കിൽ ഇവർ ഞങ്ങളെയും പരിഗണിക്കും എന്നുള്ള പേരിലായിരിക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈപ്പത്തി നമുക്ക് വിടാൻ കഴിയില്ല എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം കുറേ ഹിന്ദുക്കളെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് എന്താണ്, ഒരു അപകടം വരുമ്പോൾ മാത്രമേ ഒരുപക്ഷെ സമൂഹം തിരിച്ചറിയത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടതിനോടും വലതിനോടും ഒപ്പം ആര് നിൽക്കും? ഈ കോൺഗ്രസ് പാർട്ടി നിൽക്കും. പക്ഷെ അതൊരു ഹിന്ദുവിനാണ് പ്രശ്നം വരുന്നതെങ്കിൽ അവന് നിറയ്ക്കും കോൺഗ്രസ്. ഇതിൽ ഇടപെടണോ വേണ്ടയോ എന്നവർ നിറയ്ക്കും. അത് നമ്മൾ മുനമ്പത്ത് നമ്മൾ കണ്ടതാണ്, ഇല്ലേ? മുനമ്പത്ത് നമ്മൾ കണ്ടതാണ് ഇതേ വിഷയം. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോഴെല്ലാം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അകന്നു നിൽക്കും. എന്തെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയമായ മുതലെടുപ്പ് നേട്ടം ഉണ്ടാവുമെങ്കിൽ മാത്രം അവർ രംഗത്തിറങ്ങും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഇവരുടെ ഈ പിന്നെന്താണ് ഈ ന്യൂനപക്ഷ പ്രേമത്തെ പൊളിച്ചു കാണിച്ചിട്ടുണ്ട്. കാരണം ഈ എന്താണ് മതേതരത്വം പ്രസംഗിക്കുകയും എന്നാൽ പ്രവൃത്തിയിൽ മതേതരത്വം എല്ലാവരെയും മതപ്രീണനം കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് മുസ്ലിമിൻ്റെ കാര്യത്തിലായാലും ക്രിസ്ത്യൻ്റെ കാര്യത്തിലായാലും ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വലിയ പ്രീണനമാണ്. ആ പ്രീണനം ഉപയോഗിച്ചാണ് പിന്നെ കേരളത്തിൽ വോട്ട് സമാഹരിക്കുന്നതും രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ നോക്കിയോളൂ, ഏതെങ്കിലും സാഹചര്യത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസ് ആയിരിക്കില്ല ഇവിടെ ഭരിക്കുക. ഇവിടെ ഭരിക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയും ആയിരിക്കും. അവർ തീരുമാനിക്കും ആര് എന്ത് ചെയ്യണം, എങ്ങനെ സംസ്ഥാനം മുന്നോട്ട് പോകണം തീരുമാനം അവരായിരിക്കും. ഈ വി ഡി സതീശനെ പോലെ ആളുകൾ കയ്യും കെട്ടിയെന്ന് അനുസരിക്കാമെന്ന് അവർ കഴിയത്തുള്ളൂ. അത്രത്തോളം എന്താണ് ശക്തി ഈ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അലാമിംഗ് ആണ്, നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിമയാകാൻ പാടില്ല. അവരുടെ ഇൻട്രസ്റ്റ് പ്രവർത്തിക്കേണ്ടതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ആ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ പോകുന്നത്. അതിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല. ഹിന്ദുക്കളായിട്ടുള്ള കാര്യം അറിയാമോ? അവർക്ക് സ്ഥാനമാനങ്ങളുണ്ട്, അവരുടെ ലക്ഷ്യം സ്ഥാനം ഉറപ്പിക്കുക, അധികാരം ഉറപ്പിക്കുക. പക്ഷേ ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, സാധാരണ പ്രവർത്തകർ ഹിന്ദുക്കളായിട്ടുള്ള, അവരാണ് വഞ്ചിക്കപ്പെടുക, അവരാണ് ചതിക്കപ്പെടുന്നത്. ദീപ്തിമേരി വർഗീസിനെ പോലെ ആയിരിക്കും ഓരോ കോൺഗ്രസ്സുകാരൻ്റെ ഹിന്ദുവായിട്ടുള്ള ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ഇതിനകത്തുള്ള ഗതി എന്നാണ് ഹിന്ദുക്കൾ, കോൺഗ്രസിലെ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.